പിന്നാലെ കടന്നു വരുന്നത് നൂറുകണക്കിനോ ഇരുചക്ര വാഹനങ്ങളിൽ വിശ്വാസത്തിന്റെ തീഷ്ണതയുമായി ആ പൂർവികർ കൈമാറിത്തന്ന വിശ്വാസ പാരമ്പര്യം ഒരു തനിമാനും ഇടമെങ്കിൽ കാത്തുസൂക്ഷിച്ചുവെന്ന ശാസ്ത്രത്തിന്റെ ഏതുകളിൽ പുതിയ ചരിത്രങ്ങളിൽ ചേർത്തപ്പെട്ട Sebele.
സ്റ്റേജ് മാത്രമായിരിക്കും. എല്ലാവരും ദയവായിട്ട് മുമ്പിലേക്ക് കടന്നു വരും. വണ്ടി ഒതുക്കിയതിനു ശേഷം ദയവായിട്ട് എല്ലാവരും ഈ വാഹനത്തിനടുത്തേക്ക് കടന്നു വരിക. നിങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ കൊടി അഴിച്ച് 2025 വർഷ ജൂബിലി ആഘോഷത്തിന്റെ ആഘോഷത്തിൽ ഈ കുട്ടികളുടെ മുമ്പിലായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ഉറവുകളാണ് നല്ലവരായ നാട്ടുകാരെ, എന്റെ ശബ്ദം പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ത്യ മഹാരാജ്യത്ത് കാഞ്ഞൂർ ഇടവകയെന്ന മഹായിടവകയില് 1025 വർഷങ്ങളായി ക്രൈസ്തവ സമൂഹം നിലകൊള്ളുന്നു എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇന്നിവിടെ ഏറ്റവും നടന്നത്. ചിലരൊക്കെ പഴയ കാലത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വിദേശികളല്ല, വിദേശത്തേക്ക് പോ, എന്തിനാ ഇന്ത്യയിൽ കിടക്കുന്നത്, നിങ്ങൾ പുറജാതിക്കാരാണ്, പുറത്തേക്ക് പോ, ഇത് ഞങ്ങളുടെ നാടാണ് എന്ന് പറയുന്നവരൊക്കെ കുറച്ചു നാൾ മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, കുറഞ്ഞു. അവർക്കൊക്കെ ഒരു മറുപടിയാണ്. 1025 വർഷങ്ങളിലധികമായി ഇവിടെ ഈ കേരളത്തിൽ ക്രൈസ്തവ സമൂഹമുണ്ട്. ഈ കാഞ്ഞൂർ ഇടവകയിൽ ഞങ്ങളുടെ പൂർവികരായിട്ട് ഇവിടെ ജീവിച്ച് ഈ നാടിനു വേണ്ടി, ദേശത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി രക്തം നീരാക്കിക്കൊണ്ട് സാമൂഹിക രംഗത്തും സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും വളരെയേറെ സംഭാവനകൾ നൽകിക്കൊണ്ട് ജീവിച്ച ഒരു പൂർവികരുടെ മക്കളായ ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. ഈ വാഹന പ്രചരണ ജാഥയിൽ, വിളംബര ജാഥയിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ അഭിമാനമാണ് നമ്മൾ പ്രകടിപ്പിച്ചത്. അങ്ങനെയുള്ള പൂർവികരുടെ ഈ ദേശത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഈ ദേശത്തെ വളർച്ചയിലേക്ക്, നവോത്ഥാനത്തിലേക്ക് നയിച്ച പൂർവികരുടെ മക്കളാണ് ഞങ്ങൾ എന്നതിന്റെ ആ അഭിമാനം ഉള്ളിലേന്തിക്കൊണ്ടാണ് ഈ 2 വീലർ റാലി ഇവിടെ നിന്ന് നടന്നത്. അല്ലാതെ ഒരു ശക്തി പ്രകടനത്തിനോ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ശത്രുക്കളെ, എതിരാളികളെ നിർവീര്യമാക്കുന്നതിനോ അല്ല. അതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാണാൻ പോകുന്ന പോലും ഞാനിവിടെ പറയുന്നില്ല. ഈ പോരുന്ന വഴിക്ക് പലയിടത്തും പോസ്റ്റർ കണ്ടു, മുന്നോക്ക റാലി, പിന്നോക്ക റാലി, എണ്ണക്ക റാലി, അടിച്ചുമാറ്റം റാലി, അങ്ങനെ ഒത്തിരി റാലികളൊക്കെ ഇനി വരാനിരിക്കുന്നു. ഇതങ്ങനെ ഒരു റാലി അല്ല. ഞങ്ങളുടെ പൂർവികരിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ആ ചൈതന്യം, ക്രൈസ്തവ ചൈതന്യം, ആ ചൈതന്യം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, മറ്റുള്ളവരെ വളർത്തുന്നതിന്റെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിന്റെ, സേവനത്തിന്റെ ചൈതന്യമാണ്. ആ സേവനം നിലനിർത്തിക്കൊണ്ട് ക്രൈസ്തവ സമൂഹം ഇവിടെ ജീവിച്ചു. മറ്റു അന്തസ്ഥരുമായിട്ട് സഹകരിച്ചും അവരുമായിട്ട് ഒന്നുചേർന്നും തന്നെയാണ്. അതാണല്ലോ നമുക്കറിയാം, കാഞ്ഞൂർ പ്രദേശത്ത് എന്തുമാത്രം അമ്പലങ്ങൾ, എന്തുമാത്രം പള്ളികൾ. ഇടയ്ക്ക് ആരോ പറയുന്നത് കേട്ടൊരു വണ്ടിയിലിരുന്ന്, എന്നാണ് ഈ സെന്റ് മേരീസ് പള്ളിയൊക്കെ വന്നത്, എന്നാണ് നീയൊക്കെ ഈ പള്ളിയിൽ ചേർന്നത്? അതിനുള്ള ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ. 1025 വർഷങ്ങൾ കഴിഞ്ഞു. എന്റെ പൂർവികർ, അവരുടെ പൂർവികർ, അവരുടെ പൂർവികര് ഇവിടെ രക്തം ചിന്തി, രക്തം നീരാക്കി അധ്വാനിച്ചതിന്റെയൊക്കെ ഫലമാ നമ്മളിവിടെ ഇന്ന് കാണുന്നത്. ക്രിസ്ത്യാനികൾ മാത്രമല്ല മറ്റു മതസ്ഥരും ഈ നാടിനു വേണ്ടി ചില സേവനങ്ങളെ ഞാൻ മറക്കുന്നില്ല. അവരുമൊക്കെ ഒത്തിരിയേറെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാഞ്ഞൂർ വികസിച്ചു വളർന്ന് ഒരു നല്ല സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ 1025 വർഷങ്ങൾ ഇവിടെ നമ്മൾ ആയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജൂബിലി ആഘോഷിക്കുമ്പോൾ അത് വെറും ഒരു ആഘോഷമല്ല, ഒരു ചടങ്ങല്ല. ഇനിയും ഈ 1025 വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ആ ശക്തിയും ചൈതന്യവും വിശ്വാസവും എങ്ങനെ ഇനിയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം? ഞങ്ങളുടെ പൂർവികരിലൂടെ ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടിയെങ്കിൽ ഞങ്ങൾ വരും തലമുറയ്ക്ക് എങ്ങനെ ഈ നല്ല ചൈതന്യം പകർന്നു കൊടുക്കാം? നമുക്കറിയാമല്ലോ, ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ, TV കാണുമ്പോൾ, യൂട്യൂബ് കാണുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന യുവജനങ്ങൾ, നിരാശയിൽ ദുഃഖത്തിൽപ്പെട്ട് കിടക്കുന്നവർ, പെരുവഴിയിൽ കിടന്ന് അടിക്കുന്നവർ, കൊല ചെയ്യുന്നവർ, ആത്മഹത്യ ചെയ്യുന്നവർ, ജീവന്റെ വില അറിയാതെ, ഭാവി ജീവിതത്തെ മുന്നിൽ കാണാതെ ജീവിതം തകർത്ത് കളയുന്നവർ, അവരുടെ ഇടയിൽ ഒരു പ്രതീക്ഷ പകർന്നുകൊണ്ട്, ശക്തി പകർന്നുകൊണ്ട്, ആവേശം പകർന്നുകൊണ്ട് ജീവിക്കണം. സമൂഹത്തിന് വേണ്ടി, അവരിനു വേണ്ടി, അയൽക്കാരന് വേണ്ടി നന്മ ചെയ്ത് ജീവിക്കണമെന്നുള്ള ആ ക്രിസ്തീയ ചൈതന്യം, ആ ക്രിസ്തു നൽകിയ ആ ആവേശം, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക മാത്രമല്ല, ജീവിച്ച് കാണിക്കുക കൂടിയാണ് നമ്മൾ ചെയ്യുക. അതിനുള്ള പ്രത്യേക അവസരമാണ് ഈ ജൂബിലി വർഷം.
ഭാവന ചെയ്തിട്ടുണ്ട്, പലതും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തിനാ? വെറുതെ കൊട്ടിഘോഷിക്കാനല്ല, കണ്ണിപ്പൊടിയിടാനല്ല, മറ്റുള്ളവരെ കാണിക്കാനല്ല. അതുവഴി ഈ നാടിനെ നന്മ വരുത്താൻ വേണ്ടി, കാഞ്ഞൂർ പള്ളിക്കല്ല, ഈ ദേശത്തിന്, ഇവിടെയുള്ള വരും തലമുറയ്ക്ക് ശക്തി പകർന്നുകൊണ്ട്, ആവേശം പകർന്നുകൊണ്ട്, പ്രതീക്ഷ നൽകിക്കൊണ്ട്, നിരാശയിലും ദുഃഖത്തിലും വേദനയിലും തകർച്ചയിലും കിടക്കുന്നവർക്ക് ആവേശം പകർന്നുകൊണ്ട് ജീവിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കണം, നാടിനു വേണ്ടി ജീവിക്കണം. ഭാരതമെന്ന് കേട്ടാൽ സിരകളിൽ രക്തം തിളയ്ക്കണം. കാഞ്ഞൂരെന്ന് കേട്ടാലും അതുപോലെ തന്നെ സിരകളിൽ രക്തം തിളയ്ക്കണം. വലിയ വിശ്വാസ പാരമ്പര്യമുള്ള ഹൈന്ദവ വിശ്വാസമുണ്ട്, ക്രൈസ്തവ വിശ്വാസമുണ്ട്. ഒരു വിശ്വാസത്തെയും ഞാൻ കുറച്ച് കാണിക്കുന്നില്ല. എത്രയോ ക്ഷേത്രങ്ങൾ ഈ ദിവസങ്ങളിൽ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു. അവരിലൂടെയൊക്കെ കിട്ടുന്ന ആ ഈശ്വര ചൈതന്യം, ആ ദൈവ സാന്നിധ്യം, ആ ദൈവിക അന്തരീക്ഷം ഇവിടെ നിലനിന്നാൽ ഒരു പിശാചും ഒരു ചെറുത്താനും നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ നാട്ടിലേക്കോ കടന്നു വരില്ല, വരരുത്. ഈശ്വര ചൈതന്യം ഇവിടെ നിറഞ്ഞു നിൽക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്ന അവൻ വളരണം, ഞാൻ ചെറുതാകണം എന്നുള്ള ആ ഒരു മനോഭാവം. ഞാൻ വളരണം, ഞാൻ മാത്രം വളർന്നാൽ മതി, എന്റെ വരും തലമുറ വളർന്നാൽ മതി, എന്റെ കൂടെ എനിക്ക് വേണ്ടി പെരുവഴിയിൽ കിടക്കുന്നവർ വളർന്നാൽ മതി എന്നല്ല. ഞാനും എന്റെ കൂടെയുള്ളവരും എന്റെ നാട്ടിലുള്ളവരും വളരണം, എല്ലാവർക്കും നന്മ ലഭിക്കണം എന്നുള്ള ആ ചിന്തയോടുകൂടിയാണ് ഈ ജൂബിലി ആഘോഷം നടത്തുന്നത്. മുഴുവൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കൂടുതൽ ആവേശത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യുവാനും, നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട്, ക്രൈസ്തവ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തോട് മുന്നോട്ട് പോകുവാനും, അങ്ങനെ പോകുമ്പോൾ ഈ ലോകത്തിലെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലെ എല്ലാ തിന്മകളും, ഒത്തിരി തിന്മകൾ കടന്നു വരുന്നുണ്ട്. അത് തിന്മയുടെ ശക്തികളാണ്, പിശാചിന്റെ ഇടപെടലാണ്. അങ്ങനെ ചെകുത്താന്മാരുടെ ഇടപെടലുകൾ ഉണ്ടാകാതെ ഏകോദര സഹോദരങ്ങളെ പോലെ വിവിധ മതങ്ങളിൽപ്പെട്ടവര്, വിവിധ ജാതിയിൽപ്പെട്ടവര്, വിവിധ നിലകളിൽ കഴിയുന്നവര് ഒരുമിച്ച് കൈകോർത്ത് നീങ്ങുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഈ ജൂബിലി ആഘോഷം കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 1025 വർഷം ജൂബിലിയുടെ എല്ലാ നന്മകളും നമുക്കും ഈ നാടിലും കാഞ്ഞൂർ മുഴുവനും നമ്മുടെ മഹാ ഇടവകയ്ക്കും ഇന്ത്യ മഹാരാജ്യത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോസച്ച, റിൽസച്ച, ഡീക്കൺ പ്രിൻസ്, ബഹുമാനപ്പെട്ട കൈക്കാരന്മാർ, വൈസ് ചെയർമാൻ, ജൂബിലി കമ്മിറ്റി ഭാരവാഹികളെ, ഇടവകജനങ്ങളെ, നമുക്കെല്ലാവർക്കും ഏറെ ആവേശപൂർവ്വം നമ്മുടെ പള്ളിയെ ഉയർത്തി കാണിക്കുവാനുള്ള ഒരു വർഷമാണ് ഈ 1025 ജൂബിലി. ആ ജൂബിലിയുടെ തുടക്കമെന്നോളം നാം ഇന്ന് ഇവിടെ നടത്തിയ വാഹന റാലി നമുക്ക് ഏറ്റവും മനോഹരമായി നടത്തുവാൻ സാധിച്ചു. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ദൈവത്തോട് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ മൺമറഞ്ഞു പോയ ഒരുപാട് പൂർവികരുണ്ട്. നമ്മുടെ ഈ വിശ്വാസം നമുക്ക് പുറത്തു നൽകിക്കൊണ്ട് നമ്മുടെ ഈ പള്ളിയെ സംരക്ഷിച്ച് ഈ 1025 വർഷത്തോളം ഇതിന്റെ യാത്ര ഇത്ര മനോഹരമാക്കി നമ്മുടെ എല്ലാ പൂർവികർക്കും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറായ കുര്യച്ചൻ സാറ്, അതുപോലെ സെബിൻ ചേട്ടൻ, ഡേവിസ് പെരുമായി, അതുപോലെ കരിമത്തി, അതേപോലെ ബാക്കി എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു.